السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ 17ാമത്തെ മകനാണ് മഹാനായ യർവാടി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ പേരിൽ 70 ഫാത്തിഹ നേർച്ചയാക്കി ഓതിക്കഴിഞ്ഞാൽ അതിന് ഉടനെ പരിഹാരം ലഭിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ 70 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണെങ്കിലും എല്ലാ വിഷമങ്ങൾക്കും ഉടനെ തന്നെ അല്ലാഹു പരിഹാരം നൽകുന്നതാണ്. ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും മഹാനായ യർവാടി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ അഭയം തേടിയെത്തുന്നത്. നമ്മുടെ ഈ മജ്ലിസിൽ നിന്ന് ഒരുപാട് ആളുകൾ 70 ഫാത്തിഹ നേർച്ചയാക്കി ഓതി അവരുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം പരിഹാരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നടത്തിത്തരും. കാരണം മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിലേക്ക് അങ്ങേ അറ്റം അടുത്ത അല്ലാഹുവിന്റെ മഹാനായിരുന്നു, ഒരു വലിയായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ 17ാമത്തെ പേരമകൻ കൂടിയാണ് മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഈ മഹത്വങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ തവസ്സുലാക്കിക്കൊണ്ട് 70 ഫാത്തിഹ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മജ്ലിസിൽ നിന്ന് എല്ലാ ആളുകൾക്കും നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു അമല് കൂടിയാണ് ഈ 70 ഫാത്തിഹ. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചത് പരിശുദ്ധമായ ഈ ഷിഫാഇന്റെ മജ്ലിസിൽ വിളിച്ച് അറിയിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. ഫാത്തിഹ ഓതുമ്പോൾ ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞു വേണം ഓതാൻ. ആയിരക്കണക്കിന് ആളുകളുടെ വേദനയ്ക്ക് ശമനം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും ആ മഖാമിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത്. ഫലം ലഭിച്ച ആളുകളെല്ലാം ഇന്നും മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സ്ഥിരമായി ഫാത്തിഹ ഓതുന്നവരാണ്. അവർ ആ മഹാനെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മറക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഈ 70 ഫാത്തിഹ കൊണ്ട് നമുക്കൊരു പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.